മലപ്പുറം തിരൂരങ്ങാടി മണ്ഡലത്തിൽ 5ഓളം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പേരാണ് UDF സ്ഥാനാർത്ഥിയായി മണ്ഡലം കമ്മിറ്റിക്ക് കൈമാറിയത്. മണ്ഡലത്തിലേക്ക് ഒരു വനിതയെയും വേണ്ട എന്നും അഭിപ്രായം ഉയർന്നു. തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സംബന്ധമായ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും അഭിപ്രായം ഇങ്ങനെയായിരുന്നു. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു വിഭാഗം അൻവർ നെഹയെയും മറ്റൊരു വിഭാഗം ഉമ്മർ ഒട്ടുമലിനെയും നിർദ്ദേശിച്ചു. തിരൂരങ്ങാടിയിൽ നിന്ന് P. അബ്ദുൽ ഹമീദ്, PK ഫിറോസ്, PK നവാസ് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് PK ഫിറോസിന്റെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെയും പേരുകൾ നിർദ്ദേശിക്കുന്നു. തെന്നല, പെരുമണ്ണ, ക്ലാരി, എടരിക്കോട് പഞ്ചായത്തുകൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയാകണമെന്ന് കാണിച്ച് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കത്തുകൾ കൈമാറി. 3ഓളം പഞ്ചായത്തുകൾ പൂർണ്ണമായും തിരൂരങ്ങാടി മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കണമെന്ന അഭിപ്രായവുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തിരൂരിൽ കുറുക്കോളി മോദി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ വ്യാജ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് പിന്നിൽ മത്സര തൽപരരായവർ തന്നെയാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.